അപ്പോൾ എൻ്റെ ഡെലിവറി ടൈമിൽ നമ്മൾ രാജഗിരി ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്ത റൂമാണിത്. സ്റ്റാൻഡേർഡ് AC ഡെലിവറി റൂമായിരുന്നു ഇത്. അത്യാവശ്യത്തിനുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളുടെ റൂമിലുണ്ടായിരുന്നു. ആവശ്യത്തിന് സ്പേസും ഉണ്ടായിരുന്നു. ആൻഡ് എനിക്ക് ഈ റൂമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവരുടെ വാഷിംഗ് ഏരിയയാണ്. അത്യാവശ്യം വലിയൊരു വാഷ് ബേസിൻ ഏരിയ തന്നെ ഉണ്ടായിരുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ അവിടെ വെക്കാൻ, നമ്മുടെ ബ്രഷ്, പേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാൻ. ബാത്റൂം കൂടാതെ ഇങ്ങനൊരു വാഷ് ബേസിൻ ഏരിയ ഉള്ളത് ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു. അതിൻ്റെ അടിയിൽ തന്നെ ആണെങ്കിലും നമുക്ക് സൂട്ട് കേസൊക്കെ വെക്കായിരുന്നു. ഇതൊരു ടേബിൾ പോലത്തെ സെറ്റപ്പ്, ഇത് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ. പിന്നെ ഒരു ചെയർ, പിന്നെ ഒരു മിനി സൈഡ് ടേബിള്, അത് കൂടാതെ ഒരു വർക്ക് സ്റ്റേഷൻ പോലെ അവിടെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ വാഷിംഗ് ഏരിയ. അവിടെ ഡസ്റ്റ്ബിന്നും സിങ്കിൻ്റെ അടിയിൽ സ്പേസ് ഒക്കെ ഉണ്ട്, നമുക്ക് നമ്മുടെ സൂട്ട് കേസൊക്കെ വേണമെങ്കിൽ വെക്കാൻ. അതുകൂടാതെ നമുക്ക് കബോർഡ് ഉണ്ടായിരുന്നു. കബോർഡിലും ആവശ്യത്തിന് സ്ഥലം തന്നെ ഉണ്ടായിരുന്നു. 3 ദിവസം അഡ്മിറ്റ് ആകുമ്പോൾ വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് വാഷിംഗ് ഏരിയ, ബാത്റൂമിലാണെങ്കിലും നമുക്ക് ആവശ്യത്തിന് സ്ഥലം ഉണ്ടായിരുന്നു. എമർജൻസി സ്വിച്ച് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് റൂം കാറ്റഗറി, ഈ സ്റ്റാൻഡേർഡ് AC റൂം കാറ്റഗറിയിലെ റൂം. അപ്പോൾ എല്ലാവരും രാജഗിരി ഹോസ്പിറ്റലിൽ പോകാൻ നോക്കുന്നവർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു നല്ലൊരു ഓപ്ഷനായിരിക്കും ഈ ഒരു റൂം. 3500 എന്തോ ആയിരുന്നു റെൻറ്റ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ. അതിന് വേർത്താണ്. AC നമുക്ക് ടെമ്പറേച്ചർ കൺട്രോളൊക്കെ ചെയ്യാം. അപ്പോൾ റൂം വന്ന് കാണാനുള്ളൊരു ഓപ്ഷൻ ഇവിടെ അങ്ങനെ ഇല്ല. ഓൺ സ്പെഷ്യൽ റിക്വസ്റ്റ് നമുക്ക് ചിലപ്പോൾ കാണാൻ പറ്റുമായിരിക്കും. ഞങ്ങൾക്ക് അന്ന് അങ്ങനെ പറ്റിയത് കാരണം ഞങ്ങൾ ഓൾറെഡി റൂം കണ്ടിരുന്നു. എന്നിട്ടാണ് ഇത് കാറ്റഗറി ഓഫ് റൂം വേണമെന്ന് ചൂസ് ചെയ്തത്. പിന്നെ നമ്മൾ 3 ദിവസം സാധനങ്ങൾ ഫുൾ കൊണ്ടുവന്ന് ഒന്നിച്ച് വെച്ചൊന്നുമില്ല. പക്ഷെ എന്നാലും ഇത് ആവശ്യത്തിനുള്ള റൂമായിരുന്നു. അത്രേ ഉള്ളൂ. ബൈ.